തൃശൂർ വെടിക്കെട്ട് അപകടത്തിന്റെ ഞെട്ടൽ മാറാതെ കേരളം തരിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അഥവാ കോൺഗ്രസുകാരുടെ ചർച്ച എന്താണ് നിങ്ങൾ കേൾക്കണ്ടേ? മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ മന്ത്രിസഭാ ചർച്ചയും സജീവം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയ്ക്കാണ് സാധ്യത. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന്. സ്പീക്കർ പദവിയും കോൺഗ്രസിന്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഘടകകക്ഷികൾക്ക് നൽകും. എറണാകുളത്ത് നിന്ന് വി ഡി സതീശനടക്കം 5 പേർ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. അതെ, മന്ത്രിസഭാ രൂപീകരണമാണ് ചർച്ച. അടുത്ത മന്ത്രി ആരാവണം, മുഖ്യമന്ത്രി ആരാകണം, സ്പീക്കർ ആരാകണം. ഈ വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. എങ്ങനെ സാധിക്കുന്നു എന്നാണ്. എവിടെ എല്ലാവരും ഒത്തുകൂടുന്നോ അപ്പോ മന്ത്രി ആരാണ്, മന്ത്രിസഭയിൽ ആരൊക്കെ വേണം, 21 പേരെ മന്ത്രിയാക്കാം, അത് ആരൊക്കെയാണ് നേതാക്കന്മാരുടെ പെട്ടിയെടുപ്പുകാർ തുടങ്ങിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നല്ലോ എന്നാണ്. നാട് ഒരു വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ മനുഷ്യ മനസ്സുള്ളവരാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഈ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും മന്ത്രിമാർ എന്നുള്ള നിലയ്ക്കുമാണ് ഫീൽഡിലേക്ക് ചെല്ലുന്നത്. ഓരോരുത്തരും വകുപ്പുകൾ എങ്ങനെയും ഒപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ്. ആ നെട്ടോട്ടത്തിനിടയിൽ എന്ത് ദുരന്തം! എന്തായാലും കേരളത്തിലെ ചില പരിതാപകരമായ അവസ്ഥകൾ കാണുമ്പോൾ ഇവരൊക്കെയാണല്ലോ ഒരു പക്ഷേ ജനവിധി എതിരാണെങ്കിൽ നാട് ഭരിക്കാൻ പോകുന്നത്. ഏത് സന്ദർഭത്തിൽ എന്തിന്റെ ചർച്ച വേണം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തവർ. ഒരു കാര്യം ആലോചിച്ചാൽ മതി. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ അവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിന്ന് അത് കാട്ടി പിരിവെടുത്ത് ആ പണം മുക്കിയവർക്ക് എന്ത് ദുരന്തം! ദുരന്തങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവസരങ്ങളാണ്. ആൾക്കാരുടെ വൈകാരികത ഉണരുന്ന സന്ദർഭത്തിൽ നല്ല ബിസിനസ്സിന് സ്കോപ്പുള്ളതാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ ആ ചിതറിക്കിടക്കുന്ന മനുഷ്യരുടെ പേരിൽ പണം ചോദിച്ചാൽ പണം കിട്ടുമല്ലോ. അതുപോലെ തൃശ്ശൂരിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മന്ത്രിസഭാ ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങൾക്ക് വിടുന്നു.